ഈ സീസണിൽ ബിഗ് ബോസിലെ വിന്നർ ആവാൻ സാധ്യതയുള്ള മത്സരാർത്ഥിയാണ് ജാസ്മിൻ ജാഫർ. എന്നാൽ ഗബ്രിയുമായുള്ള സൗഹൃദവും ലവ് ട്രാക്കും ഒക്കെ വലിയ വിമർശനമാണ് താരത്തിന് നേടിക്കൊടുത്തത്. ഇരുവരും ശരിക്കും പ്രണയിക്കുകയല്ല, സുഹൃത്തുക്കളാണെന്ന് പറയുകയും എന്നാൽ കമിതാക്കളെ പോലെ പെരുമാറുകയും ചെയ്യുന്നതാണ് പ്രശ്നങ്ങൾക്കെല്ലാം കാരണമായത്. ഏറ്റവും ഒടുവിൽ ജാസ്മിനെ വിവാഹം കഴിക്കാനൊരുന്ന ആൺ സുഹൃത്തു കൂടി രംഗത്ത് വന്നിരിക്കുകയാണ്. ബിഗ് ബോസ് പോലൊരു ഷോയിൽ ജാസ്മിൻ കാട്ടിക്കൂട്ടുന്ന പ്രവർത്തികളൊന്നും തനിക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ലെന്നാണ് സോഷ്യൽ മീഡിയയിലൂടെ അദ്ദേഹം പ്രതികരിച്ചിരിക്കുന്നത്. ജാസ്മിനെ കുറിച്ച് പറഞ്ഞ എന്റെ വോയിസ് ക്ലിപ്പ് കേട്ടവർക്കുള്ള വിശദീകരണമാണ്. ബിഗ് ബോസിൽ നിന്നും അവൾ പുറത്തു വരട്ടെ എന്ന് ഞാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല, എന്തിനാണ് എന്നെ ഇതിലേക്ക് വലിച്ചിഴച്ചത് എന്നതടക്കം അവൾ എനിക്ക് നൽകിയ വാഗ്ദാനങ്ങളെക്കുറിച്ച് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ എനിക്ക് ചോദിക്കാനുണ്ട്. പാർട്ട്ണർ എന്ന നിലയിൽ അവളാണ് എന്റെ പേര് ബിഗ് ബോസിനകത്ത് വെളിപ്പെടുത്തിയത്. എന്നാൽ ഇപ്പോൾ അവൾ ബിഗ് ബോസിനുള്ളിൽ കാട്ടിക്കൂട്ടുന്നതൊക്കെ എന്താണെന്ന് എല്ലാവരും എന്നോടാണ് ചോദിക്കുന്നത്. എനിക്കിതിനൊന്നും മറുപടിയില്ല. കാരണം അവൾ കാണിച്ചു കൂട്ടുന്ന പ്രവൃത്തികളൊക്കെ കാണുമ്പോൾ എനിക്ക് തന്നെ ഞെട്ടലാണ് ഉണ്ടാകുന്നത്. അവളുടെ മുഖത്ത് നോക്കി തന്നെ ചിലത് ചോദിക്കാനുണ്ട്. എന്നിട്ട് ഈ ചാപ്റ്റർ തന്നെ നൈസായി അവസാനിപ്പിക്കാനാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതെല്ലാം ബിഗ് ബോസിലെ ചില ഡ്രാമകളായിരിക്കും. എന്നിരുന്നാലും ഇതെല്ലാം എന്റെ ജീവിതത്തിന്റെ എല്ലാ സൈഡിൽ നിന്നും ബാധിച്ചുവെന്ന് പറയാം. ആ പയ്യന്റെ കൂടെയുള്ള അവളുടെ ഗെയിം പ്ലാൻ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ലെന്ന് വ്യക്തമായി പറഞ്ഞിരുന്നു. അവർ രണ്ടുപേരും ഗെയിം സ്ട്രാറ്റജി എന്ന് പറഞ്ഞു ചെയ്യുന്നതും അവരുടെ മാനറിസവും തെറ്റാണ്. എത്ര വലിയ സുഹൃത്തുക്കളാണെങ്കിലും അതിർവരമ്പുകൾ വേണം. പുറത്ത് ഞാനുമായി സീരിയസ് റിലേഷൻഷിപ്പ് ഉള്ളപ്പോൾ ബിഗ് ബോസിനകത്ത് നിന്ന് ഇത്രയും വൃത്തികേടുകൾ കാണിക്കുന്നതിനോട് എനിക്ക് യോജിക്കാനാകില്ല. മറ്റൊരാൾക്ക് അങ്ങനെയുള്ള പ്രവൃത്തികൾ ചെയ്യാൻ സമ്മതിക്കുന്നതും ഒട്ടും സ്വീകാര്യമായ കാര്യമല്ല. എന്റെ ഫ്രസ്ട്രേഷനോ ദേഷ്യമോ അല്ല ഞാൻ അവിടെ കാണിക്കുന്നത്. എന്റെ റിലേഷൻഷിപ്പിലുള്ള ബഹുമാനമാണ് ഞാൻ പറഞ്ഞത്. അവൾ ചെയ്യുന്നതിനൊക്കെ ഞാൻ ഓക്കെ അല്ലെന്ന് പറയാനാണ് ഉദ്ദേശിക്കുന്നത്. ഒരു സാധാരണ മനുഷ്യൻ എന്ന നിലയിൽ എന്റെ മാനസികാവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവളുടെ കുടുംബവും ഇതൊന്നും അംഗീകരിക്കില്ല. എനിക്കും അതൊന്നും അംഗീകരിക്കാൻ സാധിക്കുന്നില്ല. പൊതുജനങ്ങൾക്കിടയിൽ ഇതൊരു പ്രശ്നമാക്കാനും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നാൽ അത്രയും വലിയ ഷോയിലൂടെ എന്റെ പേര് കൂടി ഇതിലേക്ക് വലിച്ചിട്ട സ്ഥിതിക്ക് മിണ്ടാതിരിക്കാനും എനിക്ക് സാധിക്കാതെ വന്നു. ഇതെന്റെ ഭാഗത്തു നിന്ന് വരുന്ന അവസാനത്തെ വിശദീകരണമാണെന്നും പറഞ്ഞാണ് ജാസ്മിന്റെ കാമുകൻ എഴുത്ത് അവസാനിപ്പിച്ചിരിക്കുന്നത്.